വെനിസ്വേലൻ ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം ശക്തമാക്കി അമേരിക്ക. ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ വെനിസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. യുഎസിന്റെ പിടിയിലായ നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ഇന്ന് ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കും. വെനിസ്വേലൻ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരും. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസുണ്ട്. ഐസൻ, വെനിസ്വേലൻ ഭരണകൂടത്തിന്മേൽ വീണ്ടും സമ്മർദ്ദം ശക്തമാക്കുകയാണ് ട്രംപ്, അല്ലേ? തീർച്ചയായും വെനിസ്വേലയിലെ ഭരണകൂടത്തിന് മേൽ ശക്തമായ ഒരു സമ്മർദ്ദം തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത്, അതായത് വെനിസ്വേലയിലെ സൈനിക നടപടികൾ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുന്ന ആ വേളയിൽ തന്നെ വിശദമായി പറഞ്ഞിരുന്നു, വെനിസ്വേലയെ നിയന്ത്രിക്കുന്നത് ഇനി അമേരിക്കയായിരിക്കും. ഒരു ട്രാൻസിഷണൽ ഗവൺമെന്റ് അധികാരത്തിലേൽക്കും വരെ ആ നിയന്ത്രണം തുടരുമെന്ന നിലപാടാണ് അറിയിച്ചത്. എന്നാൽ ഡെൽസി റോഡ്രിഗസ് ഉൾപ്പെടെയുള്ള, അതായത് ഈ വെനിസ്വേലൻ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ പ്രസിഡന്റ് ഇപ്പോഴും നിക്കോളാസ് മഡൂറോ തന്നെയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത്തരത്തിലൊരു നീക്കം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും കുറെ കൂടി ശക്തമായ ഒരു പ്രതിഷേധം തങ്ങളുടെ അധികാര പരിധിയിൽ കടന്നു കയറിയതിനെതിരെ അമേരിക്കയോട് നടത്തുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം പറയുന്നത്, കൃത്യമായ പ്രവർത്തനം അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്ന് വ്യംഗ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചന നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത്, കൃത്യമായ പ്രവർത്തനത്തിന് തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന ഒരു കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതായത് അമേരിക്ക എന്താണോ ആവശ്യപ്പെടുന്നത് അത് അംഗീകരിക്കാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ കുറെ കൂടി ശക്തമായ നടപടി ഉണ്ടാകും. നടപടികൾ നിർത്തിവെച്ചിട്ടില്ല, തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ഈ നിക്കോളാസ് മഡൂറോയെ പിടിച്ചുകൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ കൃത്യമായി അതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ആവർത്തിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. നമുക്കറിയാവുന്നതാണ്, അത്തരത്തിൽ ചില പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ അമേരിക്കയുടെ നിലപാടിനോട് അനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെയുള്ള നിലവിലെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തുടർ നടപടികൾ ആവശ്യമാണ്. കേവലം ഈ നീക്കം മാത്രമല്ല, തുടർ നടപടികൾ ഇനിയും അനിവാര്യമായി ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരു നിലപാട് വളരെ കൃത്യമായി തന്നെ ട്രംപ് വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവ് അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നത്. അതേസമയം ഇന്ന് നിക്കോളാസ് മഡൂറോയെ കോടതിയിൽ ഹാജരാക്കും. നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യ സീലിയ ഫ്ലോറൻസിനെയും കോടതിയിൽ ഹാജരാക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത്, UN സെക്യൂരിറ്റി കൗൺസിൽ യോഗവും ഇന്ന് ചേരാനിരിക്കുകയാണ്. ഈ വിഷയത്തിൽ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എങ്കിൽ കൂടി UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി കൗൺസിലിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ നിർണായകമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ശരി ഐസൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരം കൂടി ഐസനിൽ നിന്ന് തേടേണ്ടതുണ്ട്.